ഹൈലൈറ്റ് വില്ലാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രീതി, ഇവരുടെ ഒരു ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര രസമാണ്. ഒരു ക്യാമ്പസ് ഒക്കെ ഓർമ്മ വരുന്നു, കോളേജ് ക്യാമ്പസ് ഒക്കെ. ഇപ്പൊ ചക്ക വീഴുന്ന പോലെ ഒരാള് വീഴുന്നാണ്. ആരും കുട്ടപ്പൻ സവാരി ഗിരി 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 പോവാണ്. This is never gonna change. ചാടല്ലേ പ്ലീസ് ചാടല്ലേ. അതാണ് ഉദ്ദേശിച്ചല്ലേ. ചക്ക വെട്ടിയിട്ട് പോലെ സുധുമാവ് വെള്ളത്തിലേക്ക് റിസോർട്ടാണ് വൈത്തിരി വയനാട്. അപ്പം ഈ കാണുന്നത് നമ്മളുടെ പൂൾ വില്ലയാണ്. സോ നമ്മള് ഒരു 3 night ആയിട്ട് ഇവിടെ ഉണ്ട്. സോ മൈൻഡ് ചെയ്യണ്ട, നമ്മള് മലബാറുകാരെ അപമാനിക്കാനും നമ്മുടെ സ്ലാങ്ങിനെ അപമാനിക്കാനായിട്ട് ഈ സമ്മറില് കൊടും ചൂടില്ലാതെ, തണുപ്പെന്ന് പറയുന്നില്ല, ചൂടില്ലാതെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയൊരു പറ്റിയ സ്ഥലമാണ് ഈ റിസോർട്ട്. ചുറ്റും കാപ്പിത്തോട്ടം, ഉള്ളില് മൊത്തം മരം, ബ്യൂട്ടിഫുൾ. ഇപ്പൊ തന്നെ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട്. നല്ല പ്രൈവസിയാണ്, ഓരോ റൂമിനും നല്ല പ്രൈവസിയാണ്. പിന്നെ വേറെ വലിയ പ്രത്യേകത എന്താ പറയുക, ബുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? റൂമിൽ പുറത്തിറങ്ങിയാൽ നമുക്ക് ഏത് സ്ഥലത്തും പോയിട്ടിരിക്കാം. ഈവൻ നടപ്പാതയിലിരിക്കാം, പുറത്തിരിക്കാം, എവിടെ പോയാലും നമുക്ക് നിലത്തിരിക്കാം. അത്രയും ക്ലീൻ ആയിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള സ്ഥലം. വേറെ കാര്യം പറയട്ടെ, നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയ ശേഷം കുറെ സ്ഥലത്ത് സ്റ്റേക്കേഷൻ വ്ളോഗ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്, സ്റ്റേക്കേഷന് പോയിട്ടുണ്ട്. ബട്ട് ആഫ്റ്റർ സോ ലോങ് എനിക്കൊരു പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ദിവസം പോകുന്ന അറിയുന്നില്ല. പക്ഷെ ചെക്ക് ഔട്ട് ചെയ്യണ്ട, എനിക്ക് മതിയായില്ല എന്നുള്ളൊരു ഫീല് വരുന്നത്. ഒന്ന് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇവിടുത്തെ ഗ്രീനറി. അതാണ് ഈ ഒരു റിസോർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ്. ഓ മൈ ഗോഡ്, ഇങ്ങോട്ടോ? അമ്മേന്റെ അടുത്ത് ചാടിക്കോ. റെഡി, 1 2 3 ഗോ. എവിടെയും പോയിരിക്കാതെ ഒറ്റ സ്ഥലത്ത് നീ ഇരിക്കുന്ന കണ്ടില്ലല്ലോ. Ready, steady, go! Okay, ആര്യക്കുട്ടൻ വന്നേ. പണ്ടത്തെ കുഞ്ഞു പിള്ളേര് ചോറ് കഴിക്കുമ്പോ പറയില്ലേ, കോക്കാച്ചിയാണത്. നീയോ? നീയല്ല, സുധുമാമൻ കോക്കാച്ചിയാണ്. Take a leap of faith. സോ ഗൈസ്, ഇപ്പോൾ ഈവനിങ് ആണ്, വൈകുന്നേരം 4:30 ആയി. നമ്മളൊരു കോഫി കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. 4:30 ആകുമ്പോഴും നല്ല സുഖമുള്ള ഒരു ഫീലാണ് ഇവിടെ. സണ്ണിന്റെ ആ ഒരു കാഠിന്യൊക്കെ കുറഞ്ഞ് നല്ല ഒരു ഗോൾഡൻ ലൈറ്റിലേക്ക് ഇങ്ങനെ പോവാണ്, ചെറിയ തണുപ്പും. അതെ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് വില്ലാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രീതി, ഇവരുടെ ഒരു ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര രസമാണ്. സാധാരണ റിസോർട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ റൂംസ് ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ. സോ ഇവിടെ വരുന്നത് പിന്നെ കുഞ്ഞു വില്ലാസ് ആയിട്ടാണ്. പൂളുള്ള വില്ലയുണ്ട്, നമുക്ക് പൂളില്ലാത്ത വില്ലയുണ്ട്. അതെ, പൂളില്ലാത്ത വില്ലയുണ്ട്. ഇതേ നേരെ പോയാൽ ആ ഒരു സൈഡിലായിട്ട് ആയുർവേദിക് സ്പാ ഉണ്ട്. അവിടെ എപ്പോഴും സ്പാ സർവീസ് അവൈലബിൾ ആണ്. പിന്നെ ഇതേ ഈ മതിലിയാടി അപ്പുറത്തേക്ക് പോയാൽ അവിടെ പൂളുണ്ട്. ഇനി എന്താണ് തപ്പുന്നേ? നരച്ചമുടി. ആ സണ്ണ് നോക്കിക്കേ, വാ, ഇത് ഫീലല്ലേ, അടിപൊളി. നമുക്ക് റോഷനെയും സുദർശനെയും വിളിക്കാം. മോനായിരിക്കും. അതെ, ഞാനാണ്. സോ ഇതാണ് സുദർശന്റെയും റോഷന്റെയും റൂം. ഒരു ടിഷ്യൂ പേപ്പർ തരോ? എന്താ ഇവിടെ നിന്റെ മോനെ പേടിച്ച് ഒളിച്ചു വെച്ചതാ. നല്ല അടിപൊളി സ്ഥലം. എന്താ കുറച്ച് ദയദാക്ഷിണ്യം വേണ്ടേ? അവൻ എങ്ങനെയെങ്കിലും എത്തുന്ന ഒരു സ്ഥലത്തല്ലേ വെക്ക. ഇവിടെ പോരിങ്ങന്മാരെ പോലും കേറൂല.
ഒഫീഷ്യലി മീറ്റ് സുദർശൻ, റോഷൻ. വെൽക്കം. അതെ, ഒരാൾ ഇവിടെ സ്റ്റേക്കേഷൻ എൻജോയ് ചെയ്യണം. അതാ ഒരേ ഒരാൾ ഇവനാണ്. 24 മണിക്കൂർ ഉറക്കാണ് ഇവിടെ വന്നിട്ട്. അവൻ എൻജോയ് ആണ്. അതെ, ബാൽക്കണി. ഇത് ഇവരുടെ റൂമിന്റെ ബാൽക്കണിയാണ്. ഇവർക്ക് പൂളൊന്നുമില്ല, പക്ഷെ ഇവരുടെ ബാൽക്കണി നല്ല കേട്ടോ. നോക്കിക്കേ, ഇവർക്ക് പൂളൊന്നുമില്ല. പക്ഷെ ഇതാണ് സമാധാനമുള്ള ബാൽക്കണി. പൂളില്ലാത്ത റൂം ഞങ്ങൾക്ക് എന്നിട്ട് പൂളുള്ള റൂം അവളെടുത്തു. എന്ത് ചെയ്യാൻ? നല്ല ഉറപ്പല്ലേ? ബാ, ഈ ബാൽക്കണി നോക്ക് ഗൈസ്. ഇവിടെ മൊത്തം രാത്രി ഈ വൈറ്റ് കളർ ഇങ്ങനെ പൊങ്ങി കാണും. കാരണം കാപ്പി പൂവ് പൂത്ത് കിടക്കാണ് ചുറ്റും. സോ ഈ പൂക്കൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ, രാത്രി നല്ല നിലാവാണ്. ഈ വെള്ളം മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് കാണുള്ളൂ. പക്ഷേ ഏറ്റവും ബ്യൂട്ടി ഏർലി മോർണിംഗ് ഒരു 6-6:30 ആകുമ്പോൾ ഇവിടെ വന്ന് നോക്കണം. ഇതൊന്നും കാണൂല. ഇവിടെ ഇങ്ങനെ സ്വർഗം പോലെ ഇരിക്കും. മഞ്ഞ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഞാൻ വിളിക്കാം, ഈ ഫെബ്രുവരി മാർച്ച് ടൈമിൽ ഇങ്ങനെ ആണെങ്കിൽ, ഈ സമ്മറില് അപ്പൊ സമ്മർ ടൈമിൽ ഇങ്ങനെയാണെങ്കിൽ രാവിലെ ബാക്കി ഇവിടുത്തെ ആ വിന്റർ, അതായത് നമ്മുടെ ഡിസംബർ ജാനുവരി ടൈമിൽ എന്തായിരിക്കും? പ്ലീസ് ഞങ്ങൾക്ക് ഡിസംബർ ജാനുവരിയിൽ കൂടി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. ഞങ്ങൾ ഓടി വരും. അയ്യോ, എത്ര കാലമായിടോ വരാൻ പറയുന്നത്. അതെ, നമ്മളെ പണ്ടേ വിളിക്കുന്നുണ്ട്, പക്ഷെ ഓരോരോ കാരണങ്ങളുടെ ഡിലേ ആയിപ്പോ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. അതെ, ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. കോഫി കഴിക്കാൻ പോവാ അല്ലേ? ഒരു ഡയലോഗ് റോഷൻ പറഞ്ഞു. അത് റോഷന്റെ ഡയലോഗ് ആയിരുന്നു. അതെ 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 അതെ. എന്താ മുത്തേ, എന്തോരം മരങ്ങളല്ലേ? Ready? 1, 2, 3, go. ഓ ആ ആ ആ, ഏത് ഷൈഡില്? ഇനിയോ ഷൈഡ് ജയമാധവൻ. ഇവിടെ ഈ ഒരു പൂവുണ്ട്. ഇത് മുല്ലപ്പൂവിന്റെ കളറല്ല, ചോപ്പ് കളറാണ്. പക്ഷേ ഇത് ഇതിന് മണം ഒരു രക്ഷയില്ല കൈസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സന്ധ്യയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ മണമില്ലല്ലോ. സന്ധ്യ ആകുമ്പോഴാണ് ഇതിന് മണം. ഒരു വല്ലാത്ത ഒരു നമ്മളെ അങ്ങ് അഡിക്റ്റ് ആക്കുന്ന ഒരു സ്മെല്ലുണ്ട് ഇതിന്. ഇത് എന്ത് പൂവാണെന്ന് നിങ്ങൾക്ക് അറിയോ ഗൈസ്? ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു പാട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ലൈറ്റ് ആയി പോയി രാവിലെ. പക്ഷെ വൈകുന്നേരം ആകുമ്പത്തേ പാട്ടുകളൊക്കെ ബാക്കി നാളെ എടുക്കാം. എന്ത് രസറിയോ ഇവിടെ അറേഞ്ച് ചെയ്തതേ. ഈസ് റിയലി ബ്യൂട്ടിഫുൾ. എന്താ പറഞ്ഞേ? ഈ സ്ഥലത്തുനിന്ന് ഒരു പാട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു. എന്നിട്ട് പറ്റിയില്ലേ? ഇല്ല, ചോദിച്ചില്ലല്ലോ. അങ്കിളിനോട് ചോദിച്ചു, ക്ലീനിങ് അങ്കിളിനോട് ചോദിച്ചു പഠിച്ചേ പ്ലീസ്. ആണോടാ? നീ എല്ലാരോടും പാൽപ്പൊടി ഒഴിക്കുന്നുണ്ടോ? വഴിയെ പോകുന്നവരോടും ക്ലീനിങ്ങിന്റെ ആൾക്കാരോടും ഇവിടുത്തെ എല്ലാവരോടും ഇവ പാൽപ്പൊടി ഒഴിക്കുക. റിസപ്ഷനിലും പോയിട്ട് പാൽപ്പൊടി ഒഴിക്കുക. എന്ത് ചെയ്യാനാ? ഞാൻ പൊട്ടിച്ചു കൊടുക്കാൻ പറയുന്നത് ഗൈസ്. വേണ്ട. ആ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കാന്ന്. അതിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നിലത്ത് ഇതാ ഈ ഒരു സ്ഥലം കണ്ടോ? ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ചില ഒരു ബാൻഡ് പെർഫോം ചെയ്യാറുണ്ട്. ഇൻഡിവിജ്വൽ ആൾക്കാർ, സുദർശനും അരുൺ ഗോപനൊക്കെ കൂടി ഇരുന്നിട്ട് പാട്ട് പാടി. ഞങ്ങൾ ഇന്നലെ ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ അങ്ങ് പാടിക്കൊടുത്തു. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. നോക്കിക്കാൻ ഒരു ക്യാമ്പസ് ഒക്കെ ഓർമ്മ വരുന്നു, കോളേജ് ക്യാമ്പസ് ഒക്കെ. ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് പോയിട്ട് എന്റെ നടുവിൽ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കണം. ചിന്താവിഷ്ടയായ ശാളമ. ഇന്നറിയില്ല, ഇന്ന് അരുൺ ഗോപൻ മൊത്തം വലിപ്പം മൂടില്ല. ഈ കാണുന്നതാണ് മോരിക്കാപ്പിന്റെ വലിയ റെസ്റ്റോറന്റ്. കോഫി ഓർഡർ ചെയ്യാം, കുറച്ച് ടൈം എടുക്കും. ആ സമയത്ത് നമുക്ക് ഇവിടെ നല്ല നല്ല റിസപ്ഷനും നല്ലൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് ഗസ്റ്റിന്റെ ഒക്കെ. അങ്ങോട്ട് പോവാം. ആര്യൻകുട്ടിന് ഫിഷിനും ഫുഡ് കൊക്കാലോ. ഈ ഒരു ഏരിയ കണ്ടോ? ഇത് ഫുള്ള് ഗസ്റ്റിന് വെയിറ്റിംഗ് ഏരിയ ആണ്. നമ്മൾ കയറി വരുമ്പോ തന്നെ എൻട്രൻസ് നിന്ന് കാണാൻ വലിയൊരു റിസപ്ഷൻ ആണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഇവിടുത്തെ ഒരു ഡെക്കോർ ചെയ്തിരിക്കുന്നതാണ്. നിറയെ പ്ലാന്റ്സ് വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. അതെ, ഓരോ കോർണറും നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട്. ഫിഷിന് ഫുഡ് കൊടുക്കാൻ പോവാ. ഫിഷിന് ഫുഡ് കൊത്തിട്ട് വരാം. ആര്യൻകുട്ടൻ കൊക്കു. ഇത് ഫുള്ള് ഇത് ഇത്ര എടുക്ക്, കൊച്ചെടുക്കൂ. ആ, ഇവിടെ വെക്കാം. ഇവിടെ വെക്കടാ. ഇനി കൊടുക്ക് ഫിഷിന് കൊടുക്ക്.
അതുങ്ങള് വിശന്ന് പ്രാകാൻ കൊടുക്കണ കൊച്ചല്ലേ. ഇന്ന് കിട്ടൂല, സോറി ഫിഷേ. എടാ, ഫിഷ് വിശന്ന് കൊടുത്തോ കൊടു. അത്ര കൊടുത്താ മതി. മല കയറണം. അതാ എന്റെ അമ്മ അത് ഒന്നടാ. ആ കൊടുത്തോ. മണപ്പിക്കല്ലേ? അതാ ഇവിടെ വീഴുന്നത്. നമ്മൾ റിസോർട്ടിലേക്ക് വന്ന് കയറുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ആണിത്. റിസോർട്ടിലേക്ക് ഇങ്ങനെ പോവാം. ഫുൾ എന്താ പറയാ, നല്ല രസമുള്ള ഒരു ആംബിയൻസ് അല്ലേ. മൊത്തം പച്ച വെള്ള ഗ്രീനാണ്, പച്ച വെള്ളമൊക്കെ. പച്ചയോ വെള്ളയോ? അത് നേരത്തെ പറഞ്ഞല്ലോ, ചുറ്റും കാപ്പിത്തോട്ടം, ഉള്ളില് മൊത്തം മരം. നല്ല സമ്മറിലാണെങ്കിലും ചൂടുണ്ടാവില്ല, ധൈര്യമായിട്ട് വരാം. ഇതിന്റെ അതെ, വെരി വെൽ മെയിൻറ്റൈൻഡ്. അതാണ് വെരി വെൽ മെയിൻറ്റൈൻഡ്. പിന്നെ ഇതിന്റെ മുകളിലേക്കാണ് ഇവരുടെ ഒരു ആക്ടിവിറ്റി ഏരിയ. സോ അവിടെ കുറെ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് അതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. We don't need far too much, just stay brave beside me. Happy days running on the open fields. Cheers. Yeah. നല്ല അടിപൊളി കോഫി. ഇവിടെ എൻ്റെ മുഖത്താണ് ഡയറക്റ്റ് സൺലൈറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു റേസ് ഇങ്ങനെ മുഖത്ത് വരുമ്പോൾ ഐ ഫീൽ ബ്യൂട്ടിഫുൾ. സോ നമ്മളെ കോഫി കഴിഞ്ഞു, നമ്മളിനി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവാണ്. നമുക്ക് റിസോർട്ടിലുള്ള ആക്ടിവിറ്റീസ് ആണ്. റോക്ക് ക്ലൈംബിംഗ് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, സിപ്പ് ലൈൻ, സ്കൈ വാക്ക്, മൾട്ടി വാക്ക്, സ്വിംഗ് ബ്രിഡ്ജ് ആൻഡ് ബർമ ബ്രിഡ്ജ്. എന്താണാവോ? പിന്നെ വാച്ച് ടവർ, ചിൽഡ്രൻ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഓ ഇതാണ് റോക്ക് ക്ലൈംബിംഗ്. എടാ എവിടെ? ഞാൻ അഡ്വഞ്ചറസ് ആവാൻ പോവാണ്. ഇപ്പൊ ചക്ക വീഴുന്ന പോലെ ഒരാൾ വീഴുന്നാണ്. റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഓക്കെ, നമുക്ക് 6 ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ഏറ്റവും ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്, അതുകൊണ്ട് ചെയ്യുന്നില്ല. ബാ നമുക്ക് ഇതിലിരിക്കാം. ബാ. അതിലാവും. ടൂ ഹൈറ്റ് ഇല്ല, മുറുകെ പിടിക്കണേ. ആര്യൻകുട്ടപ്പൻ സവാരി ഗിരി 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 പോവാന്. സവാരി ഗിരി 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 ഗിരി. Me, I'm worried. You're wide. അതെ, ഇവര് എന്താണ് സ്കൈ ഡൈവിങ്ങോ? നിങ്ങൾ എന്താ ചെയ്യുന്നേ? റോപ്പ് ആക്ടിവിറ്റീസ് ആണ്. സിപ്പ് ലൈനിങ് പോയി, പിന്നെ സ്കൈ വാക്ക് കഴിഞ്ഞ്, പിന്നെ എല്ലാം കഴിഞ്ഞ് ബോധം ഉണ്ടെങ്കിൽ തിരിച്ചു വരും. അല്ലെങ്കിൽ ഇവർക്ക് ബോധം ഇല്ലാത്തതുകൊണ്ട് നമ്മള് ബോധം ഉണ്ടെന്ന് പ്രതീക്ഷിക്കണ്ട. Be brave. We don't need far too much, just stay brave beside me. Happy days running on the open fields. Yeah. And I believe you when you say that this is never gonna change. Say, would you like to spend your days with me? Oh, be brave. We don't need നടുക്കില്ലല്ലോ ബ്രോ. just stay brave. എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. Here beside me. Happy days running on the open field. അയ്യോ, ഇല്ല ഇരിക്കട്ടെ. പേടിയാവോ? പതുക്കെ മതിയോ? എനിക്ക് വേണ്ട. ഇങ്ങനെയോ? ഇതിന്റെ മുന്നിലുള്ള സാധനം ചില്ലറ സാധനം അല്ലട്ടാ. എനി ടൈം താഴോട്ട് വീഴാം, കയ്യും വേദനയാവും. കാണുമ്പോ ഭയങ്കര സിമ്പിളാ, സത്യം. With me, clouds go by and the sun is set high.
gonna change. അപ്പം നമ്മുടെ ഈ സ്മോൾ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ചെറിയ സാധനമാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാം. യെസ്. സമയം സന്ധ്യയോട് അടുക്കുന്നുണ്ട്. സണ്ണിന്റെ കളറൊക്കെ നല്ല റെഡ് കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ റൂം 403. ഇത് പൂൾ വില്ലയാണ്. ഇതിന്റെ ചെറിയൊരു ടൂർ കൂടെ ഞാൻ തരാം. You like to spend your day. വന്ന് കയറുന്ന തന്നെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയയിലേക്കാണ്. ഇതിന്റെ ഇന്റീരിയർ കളർ കോമ്പിനേഷൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം അടിപൊളിയാണ് ഗൈസ്. ഇവിടുന്ന് നേരെ നമ്മളുടെ ബെഡ്റൂമിലേക്ക് പോവാം. ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു റൂമാണ്. ആൻഡ് അവിടെ ഒരു അലമാരയുണ്ട്, ഒരു മിറർ ഉണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ദെൻ നല്ല കോസി ബാത്റൂമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂമാണ്. ഇവിടുന്ന് പുറത്തേക്ക് തുറന്നാൽ നമുക്ക് ബാൽക്കണി കാണാം, പൂള് കാണാം. നമ്മുടെ നല്ലൊരു കുഞ്ഞു പൂളാണ്. ആൻഡ് പുറത്തേക്കുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് ആൻഡ് ഈവനിങ്. അപ്പൊ ഇതാണ് മോരിക്കാപ്പ് റിസോർട്ടിലെ പൂൾ ഏരിയ. പൂൾ ഏരിയ. എത്ര വലിയ പൂളാടോ ഇത്. ഞങ്ങള് ഇവിടുന്നാണ് ഞങ്ങളിപ്പോ ഇവിടുന്ന് എടുത്ത സോങ്സ് എല്ലാം ഷൂട്ട് ചെയ്തത് ഈ ഏരിയ നിന്നാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കുമ്പം കോട ഇങ്ങനെ ഈ വള്ളത്തിനോട് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ഒഴുകി പോകും. അങ്ങനെ ഉണ്ടായിരുന്നു ഷൈനോട് ആണോ? അത്ര നല്ലതാ. ഇവിടെ അതായത് ഇങ്ങനെ നോക്കുമ്പോ മഞ്ഞ് ഇങ്ങനെ ആ പുക ഇങ്ങനെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ. നാളെ മോർണിംഗ് നമുക്ക് ചാടാം വെള്ളത്തില്. രാവിലെ നേരത്തെ എണീറ്റ് കുക്കുവിന്റെ കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യുന്നു. നമ്മൾ വെള്ളത്തിൽ ചാടുന്നു. സുദർശനും എല്ലാരും കൂടി. നീ ഉണ്ടോ ചാടാൻ? എല്ലാരും കൂടി വെള്ളത്തിൽ ചാടുന്നു. എന്നിട്ടൊരു 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യുന്നു. നാളെ നമ്മൾ പൂളിലിറങ്ങും. ഞാനിവിടെ റിസോർട്ടിൽ വന്ന് കയറിയപ്പം ഗോപു കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് കാണുമായിരുന്നു. സോ ഞാൻ വരുമ്പോൾ ഗോപുവും ടീമും കൂടെ ഇവിടെ പാടുമായിരുന്നു. നല്ല മൂഡ് എന്ന് വെച്ചാല് ആ വന്ന് കയറിയപ്പോൾ തന്നെയുള്ള ഒരു ഫീൽ ഗുഡ് ഉണ്ടല്ലോ അല്ലേ? ഗോപു അൻപേ കൊല്ലാതെ പാടി. സോ എന്തായാലും ഇങ്ങനെ ഒരു ആംബിയൻസിൽ വന്നിരിക്കുമ്പം നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഒരു എസ്കേപ്പ്, നമ്മളുടെ ആ ഒരു ബിസി വർക്ക് സ്കെഡ്യൂളിൽ നിന്നും തീർച്ചയായിട്ടും ഒരു എസ്കേപ്പ് അടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് സമ്മറിൽ. കാരണം വേറെ എല്ലാ സ്ഥലത്തും ചൂടാണ്, ഇവിടെ തണുപ്പൊന്നുമില്ല, സമ്മറാണ് പക്ഷെ ചൂടില്ല. പക്ഷെ വിന്റർ കൂടെ അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. എന്തായാലും ഞങ്ങൾ വരുന്നുണ്ട് എഗെയിൻ വിന്റർ ടൈമില്. സോ താങ്ക് യു മോരിക്കാപ്പ് റിസോർട്ട്, ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വാമായിട്ട് ഹോസ്റ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. സച്ച് എ ലവ്ലി എക്സ്പീരിയൻസ്. ഞാനും ഗോപും ഇവിടെ ഒന്നുകൂടെ വരും, ഇല്ലെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, വിസിറ്റ് ചെയ്യുക, ഇവരുടെ എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. യു വിൽ ഡെഫിനറ്റ്ലി എന്താ പറയുക, ഹാവ് ഫൺ ഹിയർ അല്ലേ? So thank you so much for watching the vlog. Next video il namukku kaanam. Thank you Morikap. Thank you Morikap para. Thank you Morikap. Lots of love. We loved it para. You loved it. Bye. Bye.